ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസാണ് പറഞ്ഞത്. ജനറൽ സർവീസ് അതേപോലെ ബാക്കിലത്തെ ടയറിനകത്ത് ഏറ് നിൽക്കില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ചെയിൻ ടൈറ്റ്, ബ്രേക്കിൻ്റെ ലിവറിൻ്റെ കവർ, ബ്രേക്ക് ലിവറിൻ്റെ റൈറ്റ് സൈഡ് ബ്രേക്ക് ലിവർ മാറ്റണം. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ബൂട്ട് മാറ്റുന്ന കേസ് പറയുന്നുണ്ട്. ലിവർ ബൂട്ട്, പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റണം, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റുക. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഹെഡ്ലൈറ്റ് അസംബ്ലിയും ഈ പറഞ്ഞ പോലെ ലിവറിൻ്റെ ബൂട്ട് ഓൾറെഡി അവൈലബിൾ അല്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ നമ്മൾ ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തെടുക്കലാണ് സാധാരണ പതിവ്. ഇതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓർഡറിലേക്ക് കൊടുത്തിട്ട് വരുത്തിയെടുക്കാം, അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. റെഡി സ്റ്റോക്കിൽ നിലവിലില്ല ഐറ്റം. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ടയറിനകത്ത് ഏറ് നിൽക്കണമെന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കി. അപ്പോൾ നിലവിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കണ്ടില്ല. നമുക്കിനിപ്പോൾ ഒന്നുകൂടി ഒന്ന് ടയർ കടയിലൊന്ന് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. കാരണം എവിടെയെങ്കിലും ലീക്കേജ് ചെറിയൊരു പഞ്ചറൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഏറ് നിൽക്കാണ്ട് വരാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എഡ്ജിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലും കാണിക്കും. അപ്പോൾ അതൊന്നുകൂടി ടയർ കടയിൽ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ചെയിനൊക്കെ ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, വോൾട്ട് കറക്റ്റ് ഉണ്ട്. ഇപ്പോൾ ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ബ്രേക്ക് പാഡ് സെറ്റ്, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. വീൽ ബെയറിങ്, ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ കാർബറേറ്റർ അസംബ്ലി നിലവിൽ ഇതും ഇരിക്കുന്നത് പുതിയതാണ്, പുത്തൻ കാർബറേറ്ററാണ്. അപ്പോൾ നിലവിൽ വേറെ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പ്ലഗ്ഗാണ്, കാരണം എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂടുതൽ മാറ്റിയിട്ടാണ് പ്ലഗ്ഗാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ഫ്രണ്ട് ബ്രേക്ക് ആയാലും നമ്മൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചാണ്. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ഓക്കെയാണ്. പിന്നെ ഫ്രണ്ട് ടയർ കാര്യങ്ങളൊക്കെ ചെക്ക്, പുതിയ ടയർ കിടക്കണേ, എയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കോൺസെപ്റ്റ് ചെറിയൊരു അടി പോലെ ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം. വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ ബ്രേക്ക് ലിവർ ഓൾറെഡി റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലിവർ വന്നാൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ ബൂട്ട് സെറ്റാണ് പറഞ്ഞത്, അത് ഓൾറെഡി നമ്മുടെ കയ്യിലില്ല, ഞാനത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതേപോലെ ഹെഡ്ലൈറ്റ് അസംബ്ലി ആയാലും നമുക്ക് പിന്നീട് ഒരു ദിവസം വരാവുന്ന രീതിയിലേക്കൊന്ന് നമുക്ക് ഓർഡർ ചെയ്ത് വയ്ക്കാം. അതൊക്കെ നമുക്ക് ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സപ്പിൽ ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്താൽ കേട്ടോ.